Hi all, welcome back. Today we are going to discuss the remaining part of reasoning in the AMU B.Ed Entrance Previous Question Paper 2020. So let's discuss. First question. A sum of 10,000 rupees is borrowed at a rate of interest 15% per annum for 2 years. Find the simple interest on this sum. ക്വസ്റ്റ്യനിൽ പറയുന്നത് 10,000 രൂപ 15% ഇൻട്രസ്റ്റിൽ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് ഒരാൾ കടമെടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ആ സംഖ്യയുടെ സാധാരണ പലിശ കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ആദ്യം നമുക്ക് തന്നിട്ടുള്ള വിവരങ്ങളൊന്ന് നോക്കാം. 10,000 രൂപയാണ് ഇവിടുത്തെ തുക. അതിന് നമ്മൾ പ്രിൻസിപ്പൽ എന്ന് പറയുന്നു, പി എന്നെടുക്കാം. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് പലിശ നിരക്ക് 15%, വർഷത്തിൽ 15%. അപ്പോൾ അതിന് 6 എടുക്കാം. ടേം, അതായത് 2 വർഷത്തേക്കാണ് ഈ ഒരു പലിശ നമുക്ക് കാണാനുള്ളത്. ഇതിൻ്റെ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100 എന്നാണ്. അപ്പോൾ നമുക്കിവിടെ തുകകൾ കൊടുക്കാം. പി എന്നാൽ ഇവിടെ 10,000, 10,000 ഇൻറ്റു 15 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 100. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 100 ഇൻറ്റു 15 ഇൻറ്റു 2 എന്ന് വരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് 100 ഇൻറ്റു 30 എന്ന് വരുന്നു. അപ്പോൾ ആൻസറായിട്ട് നമുക്ക് 3,000 എന്ന് കിട്ടുന്നു. ഇവിടെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടി, സിമ്പിൾ ഇൻട്രസ്റ്റ് 3,000 ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ, 3,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വേർഡ് ഡസൻ ബിലോങ് വിത്ത് അതേഴ്സ്? ഓപ്ഷൻ എ adverb, option B punctuation, option C preposition, option D noun. Correct answer option B punctuation. നമുക്ക് റീസൺ എന്താണെന്ന് നോക്കാം. The noun, preposition and adverb are classes of words that make up a sentence. Punctuation belongs in a sentence, but punctuation is not a class of word. This is the reason of this answer. Next question. 1/4 of a rod is yellow, 1/8 is red, 1/12 is green, and 1/16 is blue, and the remaining 138 centimeter is black. The length of the rod in centimeters is option A 196, option B 292, option C 288, option D 384. നമുക്ക് ആൻസറിലേക്ക് എങ്ങനെ എത്താമെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു റോഡിൻ്റെ 1/4 ഭാഗം യെല്ലോ കളറാണ്, 1/8 ഭാഗം റെഡ് കളർ, 1/12 ഭാഗം ഗ്രീൻ കളർ ആൻഡ് 1/16 ഭാഗം ബ്ലൂ കളർ, നീല കളറുമാണ്. ബാക്കിയുള്ളത് 138 സെൻറ്റിമീറ്റർ ആണ്, അതായത് 138 സെൻറ്റിമീറ്റർ ബ്ലാക്ക് കളറുമാണ്. ഇനി ഈ റോഡിൻ്റെ ലെങ്ത്ത് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ലെങ്ത്ത് എക്സ് എന്ന് സങ്കല്പിക്കാം. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ തുകയാണ് ഇവിടെ എക്സ്. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്ത് നോക്കാം. 1/4x പ്ലസ് 1/8x പ്ലസ് 1/12x പ്ലസ് 1/16x പ്ലസ് 138 ഈസ് ഈക്വൽ ടു എക്സ്. എക്സിൻ്റെ 1/4 ഭാഗം എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 1/4 എക്സ് എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യത്തെ 4 സംഖ്യകളിൽ നിന്നും എക്സിനെ പുറത്തെടുക്കാം. അപ്പോൾ എക്സ് ഇൻറ്റു 1/4 പ്ലസ് 1/8 പ്ലസ് 1/12 പ്ലസ് 1/16 പ്ലസ് 138 ഈസ് ഈക്വൽ ടു എക്സ്. ഇവിടെ നിന്നും x/4 എന്നുകൂടെ നമുക്കെടുക്കാം. അപ്പോൾ x/4 ഇൻറ്റു 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 ബ്രാക്കറ്റിനുള്ളിലാണിത് പ്ലസ് 138 ഈസ് ഈക്വൽ ടു എക്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് x/4 ബ്രാക്കറ്റിനുള്ളിലുള്ളത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 3/2 പ്ലസ് 7/12 എന്ന് വരുന്നു പ്ലസ് 138 ഈസ് ഈക്വൽ ടു എക്സ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നമുക്ക് എക്സ് ഉള്ള സംഖ്യകളെ ഒരു സൈഡിലേക്ക് നിർത്താം. അപ്പോൾ എക്സ് മൈനസ് x/4 ഇൻറ്റു 3/2 പ്ലസ് 7/12 ദാറ്റ്സ് ഈക്വൽ ടു 138. ഇനി നമുക്കിവിടെ നിന്നും എക്സിനെ പുറത്തെടുക്കാം.
എക്സ് ഇൻറ്റു 1-1/4 വീണ്ടും ബ്രാക്കറ്റിലാണ് 36 + 14/24 അത് 3/2 + 7/12 എന്നതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ആ ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുള്ളത്. അത് 138 ഇനി വീണ്ടും അടുത്ത സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ എക്സ് ഇൻറ്റു 1-1/4 ഇൻറ്റു 50/24 ദാറ്റ്സ് ഈക്വൽ ടു 138. വീണ്ടും എക്സ് ഇൻറ്റു 1-50/96 ഇസ് ഈക്വൽ ടു 138. എക്സ് ഇൻറ്റു 96 - 50/96 ഇസ് ഈക്വൽ ടു 138. അങ്ങനെ നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 288 എന്നാണ് ആൻസർ കിട്ടുക. ഇവിടെ സ്റ്റെപ്പായിട്ട് തന്നെ ആൻസർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ലഭിച്ചു. ഓപ്ഷൻ സി 288 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the numbers indicating hours on the dial of a clock are replaced clockwise by letters from the English alphabet starting from B replacing 1, which letter would replace H? Option A F, B H, C G, Option D I. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ക്ലോക്കിലെ ഹവേഴ്സ് എല്ലാം ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ബി എന്ന ലെറ്റർ വെച്ചാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ 1 എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ ഏത് ലെറ്ററാണ് 8 എന്ന സംഖ്യയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇത് ജസ്റ്റ് നമുക്കൊരു ഡയഗ്രാം വരച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഈ ഡയഗ്രാം ചെക്ക് ചെയ്താൽ ബി എന്ന ലെറ്റർ നമ്മളിവിടെ 1 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അങ്ങനെ CDEFGHI അതുവരേക്കും നമ്മൾ സംഖ്യകൾ എഴുതിയാൽ നമുക്കിവിടെ 8 എന്ന സംഖ്യ റെപ്രസെൻ്റ് ചെയ്യുന്നത് I എന്ന ലെറ്ററിനെയാണ് എന്ന് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി I. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് irrational are arranged in the alphabetical order, which pair of letters would be in the middle? Option A RR, Option B NO, Option C LN, Option D IL. ഇറാഷണൽ എന്ന വേർഡിലെ ലെറ്റേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഏത് ലെറ്റേഴ്സിൻ്റെ പെയറായിരിക്കും മിഡിലായിട്ട് വരിക എന്നാണ്. അപ്പോൾ നമുക്കിതൊന്ന് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാം LN എന്ന പെയറാണ് ഇവിടെ മിഡിലായിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി LN. Next question. If the 7th day of a month is 3 days earlier than Friday, what day will it be on the 19th day of the month? Option A Sunday, B Monday, C Tuesday, D Friday. Correct answer option A Sunday. നമുക്ക് ആൻസർ എങ്ങനെ ലഭിച്ചു എന്ന് നോക്കാം. ഒരു മാസത്തിലെ 7th ഡേ, 7ാമത്തെ ദിവസം ഫ്രൈഡേയേക്കാൾ 3 ദിവസം മുമ്പിലാണ്, അതായത് ട്യൂസ്ഡേ ആയിരിക്കും ആ ദിവസം. വാട്ട് ഡേ വിൽ ഇറ്റ് ബി ഓൺ ദ 19th ഡേ ഓഫ് ദി മന്ത്? 7th ഡേ ട്യൂസ്ഡേ ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാകുമ്പോൾ 14th ഡേ 14ാമത്തെ ദിവസവും ട്യൂസ്ഡേ ആയിരിക്കും. ക്വസ്റ്റ്യനിലുള്ളത് 19th ഡേ കണ്ടെത്താനാണ്, അതായത് 19ാമത്തെ ദിവസം ഏതായിരിക്കും. 14ാമത്തെ ദിവസം ട്യൂസ്ഡേ ആണെങ്കിൽ അവിടെ 5 ദിവസം കഴിഞ്ഞാണ് 19ാമത്തെ ദിവസം വരുന്നത്. അപ്പോൾ നമുക്ക് കൂട്ടിയാൽ 19ാമത്തെ ദിവസം നമുക്ക് സൺഡേ ആയിട്ട് കിട്ടും. ട്യൂസ്ഡേ കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാണ് 19th ഡേ വരുന്നത്. അപ്പോൾ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. Then the correct answer is option A Sunday. Next question. Find the number that is missing in the series 2, 7, 17, 32, 52, 77 dash. Option A 107, Option B 91, Option C 101, Option D 92. ഈ ശ്രേണിയിലുള്ള സംഖ്യകൾ നമുക്ക് പരിശോധിച്ചാൽ 2 + 5 ആണ് 7, 7 + 10 ആണ് 17, 17 + 15 ആണ് 32, 32 + 20 ആണ് 52, 52 + 25 ആണ് 77.
അപ്പോൾ സ്വാഭാവികമായിട്ടും 77 + 30 ആയിരിക്കും ആൻസർ. ദാറ്റ്സ് ഈക്വൽ ടു 107. Here the answer is option A, 107. Next question. Choose the correct option. Water, dam, trade, question mark. Option A, commerce. B, economy. C, goods. D, trade policy. Correct answer option D, trade policy. Next question. Find the number that is missing in the series. 120, 99, 80, 63, 48 dash question mark. Option A 35, option B 38, C 39, D 40. Correct answer option A. ഇവിടെ പാറ്റേണിൽ -21, -19, -17, -15 എന്നിങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്, ഒരു സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. അപ്പോൾ 48 - 13 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 35. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഫാൻ, സ്വെറ്റ്. ഓപ്ഷൻ എ ഫയർ, സ്മോക്ക്. ഓപ്ഷൻ ബി റെയിൻ, ഡ്രോട്ട്. സി വിൻഡ്, evaporation. D, crop harvest. Correct answer option B, rain, drought. A reason: a fan helps to get rid of sweat, and in the same way rain helps to get rid of drought. Hence the answer is option B, rain, drought. Next, choose the odd one. Option A, fingers. Option B, palm. Option C, knee. Option D, wrist. Correct answer option C, knee, because all except knee are parts of hand. Next question. Antonym of ostentatious. Option A, nescient. Option B, awkward. Option C, bankrupt. Option D, reserved. Correct answer option D, reserved. Next question. Choose the correct option. Pulp, paper, hemp, question mark. Option A, basket. B, yarn. C, rope. D, cotton. Correct answer option C, rope, because pulp is the basic raw material used in the production of paper. Similarly, hemp is used to make rope. Next question. Find the correct alternative. Horse, foal, mare. Option A, sheep, lamb, goat. B, lion, cub, den. C, man, child, woman. D, cat, kitten, puppy. Correct answer option C, man, child, woman. ക്വസ്റ്റ്യനിൽ ഫോൾ എന്ന് പറയുന്നത് കുതിരയുടെ കുട്ടിയാണ്, മെയർ എന്ന് പറയുമ്പോൾ ഫീമെയിൽ ഹോഴ്സും അതേ പേരിൽ വരുന്നതാണ് മാൻ, ചൈൽഡ്, വുമൺ എന്നത്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. CAT, DDY, BIG, question mark. Option A, CLL. Option B, CLM. Option C, CML. Option D, CEP. Answer option A, CLL. ഇതിന് കാരണം ഇവിടെ സിയും ഡിയും തമ്മിലുള്ള ഡിഫറൻസ് 1 അതുപോലെ AD അവ തമ്മിലുള്ള വ്യത്യാസം 3, പിന്നെ TY ഇത് തമ്മിലുള്ള വ്യത്യാസം 5 ആകുന്നു. ഇതേ റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ BIG എന്നതുമായി വരുന്നത് CLL ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ ഓഡ് വൺ. ഓപ്ഷൻ എ ബജ്ര, B, mustard. C, rice. D, wheat. കറക്റ്റ് ആൻസർ ഓപ്ഷൻ B, mustard. കാരണം മസ്റ്റാർഡ് ഒഴികെ ബാക്കിയുള്ള 3ഉം ഗ്രെയിൻസ് ആണ്, മസ്റ്റാർഡ് മാത്രം ഓയിൽ സീഡാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. There are 6 children playing football. Namely A, B, C, D and F. A and E are brothers. F is the sister of E. C is the only son of A's uncle. B and D are the daughters of the brother of C's father. How is C related to F? Option A, cousin. Option B, brother. Option C, son. Option D, uncle. Correct answer option A, cousin. ക്വസ്റ്റ്യനിൽ പറയുന്നത് 6 കുട്ടികൾ ഫുട്ബോൾ കളിക്കുകയാണ്.
എ ബി സി ഡി ഇ ആൻഡ് എഫ്. ഇതിൽ എയും ഇയും ബ്രദേഴ്സാണ്. എഫ് ഈസ് ദ സിസ്റ്റർ ഓഫ് ഇ. ഇയുടെ സഹോദരിയാണ് എഫ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എയുടെയും സിസ്റ്ററാണ് എഫ്. എഫ് ഈസ് ആൻഡ് ഹെൻസ് എ സിസ്റ്റർ. So C is also the son of F's uncle and is therefore F's cousin. So the answer is A. Here we completed total 100 questions in the AMU 2020 previous year B.Ed entrance question paper. So if you like the video, please do subscribe, like, share and comment.